ദശാബ്ദങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നയതന്ത്ര മിടുക്കിനൊക്കെ ശേഷം ഇതാദ്യമായി വൻമതിലിൻ്റെ മുകളിലൂടെ ഇന്ത്യ ചൈന ബന്ധം സുദൃഢമാകുകയാണ്. ഇതാദ്യമായി ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ ഇരട്ടത്തിരിവ അന്യായവും യുക്തിരഹിതവുമാണെന്ന് ചൈന പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ നടപടിയെ ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സു ഫെങ് ഹോങ് ശക്തമായ ഭാഷയിൽ തന്നെയാണ് അപലപിച്ചത്. വെല്ലുവിളികളെ സംയുക്തമായി നേടാൻ ഡൽഹിയും ബീജിങ്ങും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് അംബാസഡർ ആവർത്തിച്ചത്. കൂടുതൽ ഇന്ത്യൻ കമ്പനികളെയും ചൈനീസ് അംബാസഡർ ചൈനയിലേക്ക് സ്വാഗതം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിൻ്റെ പ്രതിഫലനം, ട്രംപിനെ ലോകത്തെ മൊത്തം വിഴുങ്ങാനുള്ള ട്രംപിൻ്റെ വെപ്രാളത്തിനുള്ള മറുപടി, പുടിനും ഷീ ജിൻപിങ്ങും കിം ജോങ് ഉന്നും നരേന്ദ്രമോദിയും ഒക്കെ ചേർന്നാൽ അമേരിക്ക തവിട് പൊടിയാകുമെന്ന് ഉറപ്പായ നിമിഷം ലോകമറിഞ്ഞു അപ്പോൾ ഇന്ത്യയുടെ വില എന്താണെന്ന്. ഗൽവാൻ സംഘർഷത്തിന് പിന്നാലെയാക്കുന്ന ഇന്ത്യ ചൈന ബന്ധം അമേരിക്കൻ തീരുവ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ മെച്ചപ്പെടുകയാണ്. ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ നടപടിയെ ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചത്. അന്യായവും യുക്തിരഹിതവുമായ US നടപടിയെ ചൈന ശക്തമായി എതിർക്കുന്നു. വെല്ലുവിളിയെ സംയുക്തമായി നേടാൻ ഡൽഹിയും ബീജിങ്ങും ഒരുമിക്കണം. അങ്ങനെ ചൈനയും ഇന്ത്യയും തമ്മിൽ പുതിയ സാമ്പത്തിക ശക്തിയായി മാറണം. സാമ്പത്തിക സഹകരണം, വ്യാവസായിക സഹകരണം ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ചൈനീസ് കമ്പനികൾക്കും മൊബൈൽ ആപ്പുകൾക്കും ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ നിരോധനവും ചൈനീസ് നയതന്ത്രപ്രതിനിധി തുറന്നു പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് ചൈന ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ പരിഗണിക്കുകയാണ്. കാരണം BYD അടക്കമുള്ള ആഗോള ഇലക്ട്രിക് വാഹന നിർമ്മാതാവിനെ പോലും ഇന്ത്യ തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തിയിട്ടില്ല. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ഇന്ത്യ ഇതുവരെ ചൈനീസ് കമ്പനി എന്ന ഒറ്റ കാരണം കൊണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പേ അതിനുള്ള അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ചിത്രം വേറെയാണ്. ചൈന ഇന്ത്യയെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് പോലെ ഇന്ത്യയും ഒരുങ്ങുകയാണ് ചൈനീസ് വ്യാപാരത്തെയും ചൈനീസ് നിക്ഷേപങ്ങളെയും 2 കൈ നീട്ടി സ്വീകരിക്കാൻ. ദശാബ്ദങ്ങൾക്കപ്പുറം കൈകൊടുത്തുള്ള ചർച്ചയാകാമെങ്കിൽ ചൈനീസ് ആപ്പുകൾക്ക് മാത്രമായി ഇന്ത്യ ഒരു നിരോധനം കൊണ്ടുവരില്ലെന്ന് ചൈനയ്ക്കും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് അംബാസഡർ വീണ്ടും ആവർത്തിച്ചത് ചൈനീസ് കമ്പനികൾക്കും ചൈനീസ് ആപ്പുകൾക്കും ഇന്ത്യ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്ന്. പ്രധാനമന്ത്രി ചൈനയിലെത്തിയപ്പോഴും ചൈന ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇവിടെ ചൈന റഷ്യ ഇന്ത്യ ബന്ധത്തിൽ ഭയപ്പെടേണ്ടത് അമേരിക്ക തന്നെയാണ്. അതിർത്തി സംഘർഷങ്ങളെല്ലാം ഇന്ത്യ ചൈനയുമായി 3-4 വർഷം മുമ്പേ പറഞ്ഞു തീർത്തു. ഗൽവാനിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കില്ലെന്ന ചൈനയുടെ ഉറപ്പ് ഇന്ത്യ കാര്യമായി എടുത്തിരിക്കുന്നു. അതിൻ്റെ തുടർ ചലനങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ സൗഹൃദ നീക്കങ്ങൾ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച